ഇടയ്ക്കിങ്ങനെ ഓരോരുത്തർ ചോദിക്കാറുണ്ട് ഈ അപ്ഗ്രേഡ് കേബിൾസ് കൊണ്ടിട്ട് വല്ല കാര്യമുണ്ടോ, ഇത് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്ക് സൗണ്ട് വൈസ് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ എന്നുള്ളത്. ആക്ച്വലി 30 ഓംസ് ഒക്കെ വരുന്ന ഒരു IEMന് 4 കോർ തന്നെ ഓക്കെയാണ്. 8 കോർ എന്ന് പറയുന്നത് ഈസ് എക്സ്ട്രാ സംതിങ് ആൻഡ് 16 കോർ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ് വശം വരുന്നത്. സോ നിങ്ങൾക്ക് നോർമലി 4 കോർ മതി, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഇതിനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ 8 കോർ യൂസ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ 16 കോർ വേണോന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇത് എപ്പോഴാണ് ഇത് മാറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ കോർ എന്ന് പറയുന്ന സംഭവം, അതായത് കേബിളിന്റെ കോർ മാറ്റർ ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വിയർ ആൻഡ് ടിയർ വരും. ഇത് ഇരിക്കുന്ന പാടെ ഇതിനിങ്ങനെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്ലാവ് ഒക്കെ പിടിക്കും. നമ്മൾ IEMന്റെ കേബിൾ നോക്കിയാൽ ഈ കണക്ടേഴ്സിന്റെ ഒക്കെ അവിടെയൊക്കെ ക്ലാവ് ഒക്കെ പിടിക്കും. അപ്പോഴത്തേക്കും ഇതിന്റെ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കൂടും. അപ്പൊ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ചെറിയ ലൗഡ്നെസ്സും അല്ലെങ്കിൽ ആ ഒരു സംഭവമൊക്കെ കിട്ടണമെന്നില്ല. അപ്പൊ നല്ല കോർ ഉള്ള ഒരു കേബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ 16 കോർ അല്ലെങ്കിൽ 8 കോർ ഒക്കെ ഉള്ള കേബിൾ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്ലാവ് പിടിച്ചാലും കുഴപ്പമില്ലാണ്ട് സൗണ്ട് ചെയ്യും. അപ്പോൾ 4 കോർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ്, അതായത് മേ ബി ഒരു 1 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് അതുപോലെ ക്ലാവ് പിടിക്കുന്നത്. ആ ക്ലാവ് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് നമുക്ക് ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന വെച്ചാൽ ആ ഒരു സെറ്റപ്പിൽ കിട്ടണമെന്നില്ല. അപ്പോൾ കൂടുതൽ കോർ വരുമ്പോഴത്തേക്കും റെസിസ്റ്റൻസ് അതിനനുസരിച്ച് കുറയും, അതിനനുസരിച്ച് നമുക്ക് നല്ല സൗണ്ട് ക്വാളിറ്റി കിട്ടും. അതാണ് ഇതിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ നിങ്ങൾക്കൊരു 1 ഇയർ ഒക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് നിങ്ങളത് കെയർ ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ പറഞ്ഞ ക്ലാവ് ഒക്കെ പിടിക്കാതെ അത് കൊണ്ടുനടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു 16 കോറിന്റെ കേബിളിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി 8 കോർ ഈസ് ഇനഫ്. പിന്നെ പലരും പല അപ്ഗ്രേഡ് കേബിൾസ് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു എയ്സ്തെറ്റിക്നെസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റാറുണ്ട്. ചിലപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റോക്ക് കേബിൾ കാണാൻ വലിയ ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ വേറെ അത്യാവശ്യം നല്ല ലുക്കുള്ള കേബിളിലേക്ക് നമ്മൾ ചേഞ്ച് ആവാറുണ്ട്. അതുപോലെ ചിലപ്പോൾ നമുക്ക് മൈക്രോഫോൺ ഉള്ള വേറൊരു കേബിൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വാങ്ങിച്ചു വെക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവങ്ങൾ വരുന്നത്. എനിക്ക് കൂടുതലും വന്നേക്കുന്നത്, ഞാൻ നേരത്തെ 4 കോർ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് സംഭവം വന്നിട്ടുണ്ട്. അതായത് എൻ്റെ കണക്ടർ പിന്നിൻ്റെ അവിടെ ഇതുപോലെ ഇങ്ങനെ പച്ച നിറത്തിൽ നല്ലപോലെ ക്ലാവ് പിടിച്ചിരുന്നിട്ട് നേരത്തെ കിട്ടിക്കൊണ്ടിരിച്ചൊരു സൗണ്ടൊക്കെ അതിന് പോയായിരുന്നു. പിന്നെ ഞാൻ കേബിൾ മാറ്റിയപ്പോഴത്തേക്കാണ് എനിക്ക് ഇത് കേബിളിൻ്റെ പ്രശ്നമാണെന്ന് തന്നെ മനസ്സിലായി. ഞാൻ ഓർത്തത് അത് IEM മൊത്തത്തോടെ അതിന് കംപ്ലൈൻറ്റ് വന്നതാണ് ഓർത്തത്. സോ നിങ്ങളുടെ കയ്യിരിക്കുന്നത് കേബിൾ, സ്റ്റോക്ക് കേബിൾ, പുതിയ കേബിൾ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അപ്ഗ്രേഡ് കേബിൾ വേണമെന്ന് നിർബന്ധമില്ല. ഇത് നിങ്ങൾ കൂടുതൽ കോർ യൂസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ക്വാളിറ്റി കൂടാൻ പോകുന്നില്ല. അത് കാലപ്പഴക്കം വരുമ്പോഴത്തേക്കും ചെറിയ കോറുള്ള കേബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് ക്വാളിറ്റി കുറഞ്ഞു വരും. അപ്പോഴത്തേക്കും ഉള്ളൂ ഈ കാര്യം മാറ്റർ ചെയ്യുള്ളൂ. അല്ലാണ്ട് ഒരു പുതിയതായിട്ട് വാങ്ങിച്ച IEMന് ഒരിക്കലും പോയിട്ട് ഒരു അപ്ഗ്രേഡ് കേബിൾ വാങ്ങിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ക്വാളിറ്റി കുറഞ്ഞു വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ അപ്ഗ്രേഡ് കേബിൾ വാങ്ങിക്കുകയോ അതിന് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക.